ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പുനരന്വേഷണം സംബന്ധിച്ച ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ദേവസ്വം മന്ത്രിയും രണ്ട് തട്ടിൽ. SIT അന്വേഷണത്തിൽ ന്യൂനതയെങ്കിൽ പുതിയ അന്വേഷണം ഉണ്ടാകുമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. എന്നാൽ പുതിയ അന്വേഷണത്തിന്റെ കാര്യമില്ല എന്ന നിലപാടിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതേസമയം കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള SITയുടെ തെളിവ് ശേഖരണം ശബരിമലയിൽ പൂർത്തിയായി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് പുനരന്വേഷണത്തിൽ വ്യത്യസ്ത നിലപാട് വ്യക്തമാക്കി ദേവസ്വം മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തിയത്. കുറ്റപത്രത്തിൽ ന്യൂനതയെങ്കിൽ പുതിയ അന്വേഷണം ഉണ്ടാകുമെന്നും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവരുന്ന സത്യങ്ങൾക്കനുസരിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നും ദേവസ്വം മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിച്ച് അതിൽ ന്യൂനതയുണ്ടെങ്കിൽ വേറെ രീതിയിൽ അന്വേഷണം ക്യാബിനറ്റ് തീരുമാനിക്കും. പത്മകുമാറിന്റെ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ഇനിയും കുറെ സത്യങ്ങൾ വരാനുണ്ട്. മറ്റേ വാസവൻ പറഞ്ഞല്ലോ, ഇനിയും പലതും വരുന്നത് ഞങ്ങളെക്കുറിച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് അന്വേഷണം ഉണ്ടാവും. എന്നാൽ പുതിയ അന്വേഷണത്തിന്റെ കാര്യമില്ലെന്നും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലും SIT അന്വേഷിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പത്മകുമാർ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണ്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ അന്വേഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ SIT അന്വേഷിക്കും. പുതിയ അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. അതേസമയം കേസന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായി. ശ്രീകോവിലിലെ പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയും അഴിച്ചുള്ള പരിശോധനകളാണ് 2 ദിവസമായി നടന്നത്. SIT മുറിച്ചുമാറ്റിയ പാളികളുടെ അറ്റകുറ്റപ്പണിയിൽ നിയമോപദേശം തേടിയെന്നും ശ്രീകോവിലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കിയുള്ള പരിശോധനയിൽ വേദനയുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ ജംഷഡ്പൂരിലെ ദേശീയ മെറ്റലർജിക്കൽ ലബോറട്ടറിയിലേക്ക് വിശദ പരിശോധനയ്ക്ക് അയക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അജികുമാർ എന്നിവരെ SIT ഉടൻ ചോദ്യം ചെയ്യും. ഇരുവരോടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.